ഹലോ, ഗുഡ് ഈവനിങ് ഗായ്സ്. നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾക്ക് ആ മാപ്പ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ്, നമ്മൾ വക്രയിലേക്കാണ് പോകുന്നത്. വക്രയിലേക്ക് ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്നറിയാമോ? കുറേ നാളായി നമ്മൾ ഫിഷ് കഴിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും വക്രയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയും ഫിഷ് കിട്ടാഞ്ഞിട്ടല്ല വക്രയിലേക്ക് പോകുന്നത്. അവിടെ സ്പെഷ്യലായിട്ട് നല്ല വലിയ ഒരുപാട് വെറൈറ്റി ഫിഷുകൾ കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. വക്ര സൂക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് അത്രയധികം ദൂരമൊന്നുമില്ല, 20-25 മിനിറ്റ്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നടക്കാനുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പാർക്ക് ചെയ്യുന്നത് എവിടെയാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അത്രയും ദൂരമായിരിക്കും നമ്മൾ നടക്കാനുള്ളത്. നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. എന്നിട്ട് നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്. പാർക്ക് ചെയ്തത് എവിടെയാണെന്ന് നമുക്കിനി തിരിച്ച് പോയാൽ മാത്രമേ അറിയുള്ളൂ. അത്രയും ദൂരെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, പണ്ട് അറബികളൊക്കെ ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ അത് മാറിയിട്ട് ഇപ്പോൾ അവിടെ ഒരു സൂക്ക് പോലെ ആക്കിയിട്ടാണ് ഉള്ളത്. അവർ കാരണം ഒന്നും കളയാതെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ഷോപ്പും ഒരു മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ എവിടെ എത്തും? ഒരു കടൽ തീരത്താണ്, കടലിൻ്റെ സൈഡിലാണ് ഞങ്ങൾ എത്തുക. അപ്പോൾ ഞങ്ങൾ ആ കടലിലെടുക്കുന്ന കുറച്ച് സമയം പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിച്ചു. നല്ല മണലിൽ കളിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ അവിടെ അധിക സമയം നമ്മൾ ചിലവഴിച്ചില്ല, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പുറത്തും ഇരിക്കാം. ഇതാണ് നമ്മൾ കഴിക്കാൻ പോയ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അകത്താണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഒരു സൂപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് ഇതായിരുന്നു. അപ്പോൾ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ഗ്രീൻ മസാല ആൻഡ് അറബിക് മസാല ആയിട്ടുള്ള രണ്ട് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഏതിനാണ് കൂടുതൽ സ്പൈസസ് കൂടുതലെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നല്ല റൈസും അടിപൊളിയായിരുന്നു. എന്താ ഒന്നും പറയാനില്ല, അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.